നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സഭയിൽ കള്ളം പറഞ്ഞതിനെ തുടർന്ന് 4 ഭാഗത്തു നിന്നും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ആദ്യത്തെ സഭാ പ്രസംഗത്തിൽ തന്നെ ഇത്രയും കള്ളം പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്കാൻ തന്നെ അർഹനല്ല എന്ന് ഭരണപക്ഷം വ്യക്തമാക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ സഭാ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കേന്ദ്ര സഭാകാര്യ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നിന്നുള്ള എംപിയായ ബാൻസുരി സ്വരാജ് നൽകിയ പരാതിയിലാണ് കൃത്യമായ നടപടികൾ സ്പീക്കർ കൈക്കൊള്ളുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത്. സഭയിൽ ആർക്കും പ്രത്യേക അധികാരങ്ങളില്ല എന്നും രാഹുൽ ഗാന്ധിയുടെ വിഷയം പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടുമെന്നുമാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനവുമായി ഇന്ത്യൻ വ്യോമസേനയുടെ മുൻ മേധാവി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. അഗ്നിവീറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് അനാവശ്യമായി സൈന്യത്തെ വലിച്ചിടരുത് എന്നാണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങളുടെ ഇത്തരം വൃത്തികെട്ട രാഷ്ട്രീയത്തിലേക്ക് അനാവശ്യമായി സൈന്യത്തെ വലിച്ചിടരുത്. സൈന്യം എന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ വികാരമാണ് എന്നും അനാവശ്യമായി അതിൽ തൊട്ടു കളിക്കരുതെന്നും ഭദൌരിയ രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകി. ഡ്യൂട്ടിക്കിടെ ജീവൻ നഷ്ടപ്പെട്ട അഗ്നിവീർ അജയ് കുമാറിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നഷ്ടപരിഹാരം നൽകിയതിനെ കുറിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കള്ളം പറയുകയാണ് എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഭദൌരിയയുടെ പ്രസ്താവന പുറത്തു വന്നത്. അഗ്നിവീറുകളെ കുറിച്ച് പാർലമെന്റിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. 1 കോടി രൂപ ഇതിനകം നൽകിയെന്ന പ്രതിരോധ മന്ത്രിയുടെ വാദം കള്ളമാണ് എന്ന വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത്. അജയ് സിംഗിന്റെ കുടുംബത്തിന് ഏകദേശം 98 കോടി രൂപ ഇതിനകം നൽകിയിട്ടുണ്ട്. 67 ലക്ഷം രൂപ കൂടി നൽകുമെന്ന് സൈന്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനാൽ വിവാദമുണ്ടാക്കിയവർ അതിന്റെ പേരിൽ മാപ്പ് പറയണമെന്നും രാഹുൽ ഗാന്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭദൌരിയ പറഞ്ഞു. കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും അവകാശവാദം തികച്ചും തെറ്റാണ് എന്ന് പ്രസ്താവിച്ച മുൻ AIF മേധാവി ഇതൊരു വൈകാരിക വിഷയമാണ് എന്നും സൈന്യത്തെ അത്തരം രാഷ്ട്രീയത്തിൽ വലിച്ചിടരുതെന്നും തുറന്നടിച്ചു. രാഷ്ട്രീയ നേട്ടത്തിനായി ഏത് തരംതാണ തലത്തിലേക്കും താഴാൻ മടിക്കുകയില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ സമീപനം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടുവരികയാണ് ഇപ്പോഴുണ്ടായ അഗ്നിവീർ വിവാദം. പാർലമെന്റിലെ പ്രിവിലേജ് കമ്മിറ്റി രാഹുലിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണവും. ഒരു നാണവുമില്ലാതെ കള്ളം പറയുന്നത് രാഹുൽ ഗാന്ധി ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ സാധാരണ ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്താൻ അത് കാരണമാകുമെന്നാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അഭിപ്രായമുയരുന്നത്.